ഹൈ ഡിയേഴ്സ്, DIY നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് മുടി കറുപ്പിക്കാം, അതോടൊപ്പം തന്നെ മുടി തിക്കായിട്ട് വളരാനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്ത് വന്നാൽ നരച്ച മുടി പെർമനൻ്റായിട്ട് തന്നെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. നരച്ച മുടി ഉള്ളവരൊക്കെ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കെമിക്കലൊന്നും വാങ്ങി യൂസ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ചിലർക്ക് ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന സമയത്ത് അലർജിയൊക്കെ തന്നെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ കെമിക്കൽ ഹെയർ ഡൈ നമ്മുടെ മുടിക്കും സ്കിന്നിനും ഒന്നും ഒട്ടും നല്ലതല്ല. അങ്ങനെയുള്ളവർക്ക് നാച്ചുറലായിട്ടുള്ള നല്ലൊരു വഴിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു കെമിക്കലും യൂസ് ചെയ്യാതെ തികച്ചും നാച്ചുറലായിട്ട് തന്നെ നമുക്ക് നമ്മുടെ നരച്ച മുടി കറുപ്പിച്ചെടുക്കാം. മുടി ഉള്ളു കൂട്ടാനും നീളം വയ്ക്കാനായിട്ടും സഹായിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും. ഈ ഹെയർ ഡൈ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഏത് തരം കാപ്പിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയോ അല്ലാത്തതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നാടൻ കാപ്പിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇത് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം. കോഫിയുടെ ഫുള്ളായിട്ടുള്ള കളറ് വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം. അത്രയും കടുപ്പത്തിലായിരിക്കണം. അപ്പോൾ അത്രയും നല്ല രീതിയിൽ ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ബ്ലാക്ക് കോഫിയിലേക്ക് അത്ര കടുപ്പം തോന്നുന്നില്ലെങ്കിൽ, ഈ വെള്ളത്തിന് അത്ര കടുപ്പം തോന്നുന്നില്ലെങ്കിൽ കുറച്ചുകൂടി കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഇൻസ്റ്റൻറ്റ് കോഫിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അരിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ നാടൻ കോഫിയാണ് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് അരിച്ചെടുക്കുന്നത്. ഇപ്പം ഞാൻ കോഫി അരിച്ചെടുത്തിട്ടുണ്ട്. കോഫി വാട്ടർ മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കാം കേട്ടോ. ഇനി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ സാധാരണ സ്റ്റീൽ പാത്രത്തിൽ ഇത് ചെയ്താലും മതി കേട്ടോ. പക്ഷേ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നത്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കണം. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി നെക്സ്റ്റ് ആയിട്ട് ചേർക്കുന്നത് ഇൻഡിഗോ പൗഡറാണ്. ഞാൻ ബയോ ഓർഗാനിക് എന്ന ബ്രാൻഡിൻ്റെ ഇൻഡിഗോ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. 3 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡറാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ തൈരാണ് ചേർക്കുന്നത്. തൈര് നമ്മുടെ മുടി ഒട്ടും തന്നെ ഡ്രൈ ആവാതെ സ്കിൽക്കി ആൻഡ് സോഫ്റ്റ് ആക്കി വെക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബ്ലാക്ക് കോഫി കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഹെയർ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു 3 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഓവർനൈറ്റ് അടച്ച് വെച്ചതിന് ശേഷം വേണം യൂസ് ചെയ്യാനായിട്ട്. ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മിനിമം നിങ്ങളൊരു 3 മണിക്കൂറെങ്കിലും ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ ഞാനിവിടെ ഓവർനൈറ്റായിരുന്നു അടച്ച് വെച്ചിരുന്നത്. ഇപ്പോൾ കളറൊക്കെ മാറിയിട്ട് നല്ല ഹെയർ ഡൈയുടെ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയാം. നിങ്ങളിത് മുടി നന്നായിട്ട് ചീകി കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം മുടി ഓരോ ലെയറായിട്ട് എടുത്തിട്ട് മുടിയുടെ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം ഇല്ലാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. എണ്ണമയം ഇല്ലാതിരുന്നാൽ മാത്രമേ അതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇത് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ഷാമ്പു ഇട്ടതിന് ശേഷം മുടി നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാം. അതിൻ്റെ പിറ്റേ ദിവസം ഈ ഒരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നരച്ച മുടി പെട്ടെന്ന് തന്നെ കറുപ്പായിട്ട് വരുള്ളൂ. എണ്ണമയം ഇല്ലാതിരുന്നാൽ മാത്രമേ അങ്ങനെ നമുക്ക് ആ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഹെയർ ഡൈ മുടിയുടെ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് 2 മണിക്കൂർ ഇത് തലയിൽ തന്നെ വയ്ക്കാം. മുടി കഴുകുന്ന സമയത്തും ഷാമ്പുവോ സോപ്പോ ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. സാധാരണ വെള്ളത്തിൽ മുടി കഴുകുക. ഇനി ഇത് തേച്ചതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾ ഒരിക്കലും ഷാമ്പു ഇടരുത്. ഒറ്റ യൂസിൽ തന്നെ മുടി നല്ല ബ്ലാക്ക് കളറാവും. അതിനുശേഷം ഒരു 15 ദിവസം ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിത് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ നരച്ച മുടി എല്ലാം തന്നെ പെർമനൻ്റ് ആയിട്ട് തന്നെ ബ്ലാക്ക് കളറാവും. നരച്ച മുടി നാച്ചുറലായിട്ട് യാതൊരു കെമിക്കലും ഉപയോഗിക്കാതെ തന്നെ നമുക്ക് കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ മുടി കൊഴിച്ചിൽ മാറിയിട്ട് മുടി ഉള്ളോടെ തന്നെ വളരുകയും ചെയ്യും. പിന്നെ ഹെന്ന തണുപ്പായതുകൊണ്ട് ചിലർക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട്, കോൾഡൊക്കെ വരും എന്ന് പറയാറുണ്ട്. പക്ഷെ നമ്മളിതിൽ നെല്ലിക്കാപ്പൊടി ചേർത്തിട്ടുള്ളത് കൊണ്ട് അങ്ങനെ
അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ വരില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ ഡൈ ആണിത്. ചെറുപ്പക്കാരിലൊക്കെ കണ്ടുവരുന്ന അകാല നിറം മാറിക്കിട്ടാനായിട്ടും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ മുടി നന്നായിട്ട് കറുപ്പ് കിട്ടണം, ഉള്ളോടെ തന്നെ താഴ്ച വളരാം എന്നാഗ്രഹിക്കുന്നവർ ഇത് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. നരച്ച മുടി കറുപ്പിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണിത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഇതിനെക്കുറിച്ചുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കാം. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്